അവർക്ക് ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ഈ HIV നിരക്ക് എന്ന് പറയുന്നത് ഞങ്ങളൊരു ഡോക്ടർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു ജാപ്പനീസ് ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കണ്ടു. അങ്ങനെ പറഞ്ഞു 56% എന്ന് പറയുന്നെങ്കിലും അയാൾ പറയുന്നത് ഒരു 80% ആൾക്കാർക്കെങ്കിലും എയ്ഡ്സ് ഉണ്ട്. അവർ മരിക്കാത്തത് പല ട്രൈബ്സിനും ഇത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഇതുമായിട്ട് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് മാത്രം അവർ അവരുടെ ആയുസ് പൂർത്തീകരിക്കുന്നു. ബാക്കി ചില ട്രൈബ്സ് കംപ്ലീറ്റ് വാനിഷ്ഡ് ഇൻ ദ ബ്ലൂ ഫോർ എവർ. ബാക്കിയുള്ളവർ സർവൈവ് ചെയ്യുന്നത് ഈ പറയുന്ന അവരുടെ ഒരു കഴിവ് കൊണ്ടുള്ളത് മാത്രമാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് അങ്ങനെ വന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. ബാമയ്ക്ക് അവിടെ പോയുള്ള എക്സ്പീരിയൻസിൽ അവരിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യവും അവരിൽ അത്ര ഇഷ്ടപ്പെടാത്ത കാര്യവും നമ്മുടെ ആൾക്കാരിലും അങ്ങനെ തന്നെ ഒന്ന് വന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് അവർ അവിടുത്തെ സ്ത്രീകളുമായിട്ട് പ്രത്യേകിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഞങ്ങൾ ഇതാണ് ഞങ്ങളെ അടിമകളാക്കി വെച്ചതാണ്, ഞങ്ങൾ അപ്പിയറൻസ് വൈസ് ആണെങ്കിലും നമ്മൾ അത്ര ഇതല്ല എന്ന് അവർക്കറിയാമെങ്കിലും ഇത് ഉള്ളിലിരിക്കുകയുള്ളൂ. പുറത്ത് ഇവർ ഡയറക്റ്റ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ് കാണിക്കുന്നത്. ഭയങ്കര കോൺഫിഡൻസ്. നമുക്കിതൊന്നും ഒന്നുമല്ല, നമ്മളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പേഴ്സണാലിറ്റി അവർ ഡെവലപ്പ് ചെയ്ത് ബാക്കിയൊക്കെ മറക്കാൻ. അപ്പോൾ പിന്നെ അവരുടെ ലൈഫിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാണുന്നത്. കാരണം അവരുടെ ഡ്രസ്സിലാണെങ്കിൽ പോലും നമുക്കറിയാൻ പറ്റും, മൊത്തം അവർക്കറിയാം അവരുടേതായിട്ടുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരുടെ ഒരു സ്കിൻ ടോണിൽ ഭയങ്കര ഒരു നിയോൺ കളേഴ്സ് ഒക്കെ വരിക, പിന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അവരുടെ ടേസ്റ്റ്. പക്ഷേ അതിനർത്ഥം തന്നെ എനിക്ക് തോന്നുന്നത് അവർ ജീവിതത്തെ കളർഫുൾ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം അല്ലേ? എക്സാക്ട്ലി, ആഘോഷിക്കുന്ന ജീവിതം അതാണ്. അവരൊന്നിനെയും പറ്റി കെയറിങ് അല്ല, അങ്ങനെ ഒരു അത്രയും കാര്യം ഇത് എടുക്കുന്നില്ല. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഒരു ദോഷമായിട്ട് തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത് കഷ്ടം തോന്നിയിട്ടുള്ളത് സാലറി വളരെ കുറവാണ്. അവിടെയുള്ള പോലീസ് വരെ അതെ. പക്ഷെ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് പറയാറുണ്ട് എല്ലാവരും, പോക്കറ്റടി കൂടുതലാണ്, അതുപോലെ പണത്തിന് വേണ്ടിയിട്ട് ക്രൈം കയറ്റി വെക്കണം നമ്മൾ കാറിൽ പോകുമ്പോൾ. അതെ. അപ്പോൾ അതിന് ഒരു കാരണം ഇതായിരിക്കില്ലേ, ഈ സാലറി ഭയങ്കരമായിട്ട് കുറയുകയും എക്സ്പെൻസ് കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വേറെ വഴിയില്ല, ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള ക്രൈം റേറ്റ്സുകൾ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് പല മലയാളികളും വന്ന് പറഞ്ഞിട്ടുണ്ട്, കഷ്ടിച്ച് രക്ഷപ്പെട്ട അനുഭവങ്ങൾ നമ്മളെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടിട്ട് ഒരു സങ്കടം തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അദർ തിങ് ഈസ് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ നിങ്ങൾ സിനിമാക്കാരായി അവിടെ എത്തുമ്പോൾ അത് ചൂഷണം ചെയ്യാനും കുറേ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടാവില്ലേ? ഫിനാൻഷ്യലി സംഭവിച്ചിട്ടുണ്ട്. ബിഗിനിങ്ങിൽ ഞങ്ങളൊരു ഗ്രൂപ്പുമായിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഒരാളുമായിട്ട്. അപ്പോൾ അയാൾ ഹോളിവുഡ് മൂവീസൊക്കെ അവിടുത്തെ സർവീസ് പ്രൊവൈഡർ ആയിരുന്ന ആളാണ്. പക്ഷെ അയാൾ ഞങ്ങളെ ചൂഷണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മലയാളികളല്ലേ, മോശക്കാരല്ലല്ലോ. ഞങ്ങളവിടെ മലയാളി ഒരു ആൾക്കാരെ പിടിച്ചു, സൗഹൃദം സ്ഥാപിച്ചു, അവരുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കി ഞങ്ങൾ സാബോട്ടേജ് ചെയ്തു. ഇനി അയാളുടെ ജോലി പോയോന്ന് അവിടെ ഒരു ബോംബ് ഇട്ടിട്ടാണ് പോകുന്നത്. മലയാളി എവിടെ ഉണ്ടല്ലോ, ചെറിയ പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ കാര്യത്തിൽ. സോ പ്രിറ്റി മച്ച് ഐ തിങ്ക് ഈ സിനിമയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇതിന് എങ്ങനെ വരും, ഇത് എന്താണ്, ഈ സിനിമയെ കുറിച്ചും ആഫ്രിക്കനെ കുറിച്ചും കൂടുതൽ അറിയാനും അവിടെ പോകാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊരു ആഫ്രിക്കനെ കുറിച്ച്, കെന്യനെ കുറിച്ചൊരു വിഷ്വൽ ഡെപിക്ഷൻ തന്നെയാണല്ലേ താങ്കൾ കാഴ്ചവെച്ചേക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മളിത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ ആഫ്രിക്ക എന്ന് പറയുന്നതിൻ്റെ ഭീകരതയെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞെങ്കിലും അതിനുശേഷമുള്ള ശാന്തതയും നന്മയും സൗന്ദര്യവും അതവിടെ തന്നെ ഉണ്ട്, നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് വേണ്ടവർക്ക് അവിടെ പോവാം. അതൊരിക്കലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടില്ല, ഒരു മെട്രോ ലൈഫിൽ നിന്നും കിട്ടില്ല, ഒരു നാട്ടിൽ നിന്നും കിട്ടത്തില്ല. അത് വേണമെങ്കിൽ അത് തേടി പോകുന്ന ആർക്കും ആഫ്രിക്ക തന്നെയാണ് ഏറ്റവും. പിന്നെ ആളുകൾക്കൊരു ഇപ്പം നമ്മുടെ സാധാരണ ആളുകൾക്കാണെങ്കിൽ എപ്പോഴും ആഫ്രിക്കയിൽ നിന്നും നമുക്കിപ്പം പോവാനോ എടുക്കാനോ പറ്റില്ല. പക്ഷേ ഇത് മലയാള സിനിമ വളരെ റെയറാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അത് നമുക്കൊരു മികച്ച കഥയും കഥാപാത്രങ്ങൾക്കും ഒപ്പം അവർക്കൊരു നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും.
എന്നാൽ കഥയ്ക്കൊക്കെ യോജിച്ച രീതിയിൽ മാത്രമേ പിന്നെ എന്നാൽ ആഫ്രിക്കയാണ് പോയി കുറെ അങ്ങോട്ട് വിഷ്വൽ കാണിച്ചേക്കാം എന്നില്ല. പക്ഷെ ചേരുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേരുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞു ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിലെ ഒരു ക്രോസ് സെക്ഷൻ ഞങ്ങൾക്ക് അത് കാണാൻ മനസ്സിലാക്കാം. ബട്ട് ഐ എം റിയലി ക്യൂരിയസ്, നിങ്ങൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പോയിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ, ബുദ്ധിമുട്ടുകൾ? യുനോ ഇപ്പൊ കുറെ പ്രശ്നം പറഞ്ഞു, ആദ്യം തന്നെ ഒരു തെറ്റിയ ആളെ ഓർഗനൈസർ ആയി കൊടുത്തു, അത് മാറി ഉണ്ടായിട്ട് നമ്മൾ ഒരു ഡേ നമ്മൾ എയർപോർട്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നു അല്ലേ. നമ്മൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്ത് ഇതുപോലെ ഫുൾ ലാസ്റ്റ് നമ്മൾ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞൊരു ഫിലിമായിട്ട് മുന്നിലെത്തുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. അതും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ട് വരുമ്പോൾ, ഉദ്ദേശിച്ചതിന് അപ്പുറമായിട്ട് സിനിമ വരുമ്പോൾ ഒരു ഹാപ്പിനെസ് തന്നെ ഉണ്ടാവും. ആൻഡ് ഈ ട്രൈബ്സ് ഒക്കെ സാറിന്റെ സിനിമയിൽ മസായ് ട്രൈബിന്റെ വിഷ്വൽസ് ഞാൻ കണ്ടു, ജമ്പിങ് മസായ്. അയ്യോ, വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇദ്ദേഹം അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. കാരണം ഇപ്പം അതിൽ അഭിനയിക്കുന്ന പിന്നെ ആക്ടേഴ്സിന് അറിയാം എന്താണ് സ്ക്രിപ്റ്റ് എന്നും അല്ലെ എന്ത് സീൻസ് ആണ് എടുക്കാൻ പോകുന്നത് ഇതിന്റെ മുൻപും പിന്നും ഒക്കെ അറിയാം. പക്ഷെ അവിടെ വന്നിട്ടുള്ള ഇത്രയും അധികം ആളുകൾക്ക് ഇതെന്താണെന്നും ഒന്നും അറിയില്ല. അവരെ കൊണ്ട് കറക്റ്റ് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെങ്കിൽ അതൊരു ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. അതേ ഇദ്ദേഹം അവരുടെ കൂടെ നിന്ന് അവരെ പിന്നെ പല ഭയങ്കര മൂഡ് സ്വിങ് ആയിട്ടുള്ള ആളുകളാണ് ഇവർക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു ഡയറക്ടറുടെ മിടുക്ക് തന്നെയാണ്. അങ്ങനെയൊന്നും അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഇത് ഡയറക്ടറിന്റെ ഒരു കഴിവിന്റെ വലിയൊരു പങ്ക്. പിന്നെ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ മികച്ച രീതിയിൽ തന്നെ അതിൽ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞ് അതിൽ പലരും കുറെ ആളുകൾ പിന്നെ അതിൽ TV നിന്നൊക്കെ വന്നവരുണ്ട് അല്ലേ. പിന്നെ കുറെ ആളുകൾ ഇതൊന്നും പരിചയമില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവര് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് കുറച്ചധികം സ്വഹിലിയൊക്കെ പഠിക്കേണ്ടി വന്നോ? അപ്പൊ അല്ല, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അല്ല, അവിടെ മിക്കവാറും ആരെ കണ്ടാലും നമ്മൾ കരിബു ജാമ്പോ അങ്ങനെ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹാർഡ് കോർ ട്രൈബ്സിന് മാത്രമേ ഇംഗ്ലീഷ് അറിയാൻ മേലാതെ ഉള്ളൂ. ബാക്കിയുള്ള ആഫ്രിക്കൻ മൊബൈൽ ഫോൺ ഉണ്ടാവും അല്ലേ? എല്ലാവരും മൊബൈൽ ഫോൺ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ രേഖ മാസ്റ്റർ ഒത്തിരി കഷ്ടപ്പെട്ടു. രേഖ മാസ്റ്റർ പിന്നെ ഇതിലൊരു ട്രൈബ് സോങ് ഉണ്ട്, അത് ഫുൾ ഇവരെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ അത്രയും നല്ലവണ്ണം പഠിച്ചിട്ടാണ് രേഖ മാസ്റ്റർ വന്നത്. എങ്ങനെയാ പിന്നെ ടെൻഷനും ഉണ്ട്, കാരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് ഈ ജമ്പിങ്ങിൽ വരെ ഇപ്പം ഒരു രീതിയുണ്ട്. അപ്പൊ അവരുടെ മൂവ്മെന്റ്സ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ അത് കറക്റ്റായിട്ട് ഒരു ഫോൾട്ട് വരാതെ അല്ലെ എത്തിക്കാന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം. എല്ലാവരും എന്തെങ്കിലും ഒക്കെ ഫോൾട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം, പ്രേക്ഷകർക്ക് കണ്ടുപിടിക്കുന്ന ആളുകളാണ്. അപ്പം അതൊന്നും ഇല്ലാതെ വളരെ എല്ലാം പഠിച്ചിട്ട് ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് അവരിലേക്ക് എത്തിക്കാം കറക്റ്റായിട്ട്. ഇവര് പലപ്പോഴും എനിക്കൊന്ന് നൈറ്റ് ഷൂട്ടായിരുന്നു 2 ദിവസം നമ്മൾ ആ സോങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്. അപ്പൊ ഈ സമയത്ത് ഇത്രയും അധികം ആളുകളെ ഒരാള് രേഖ മാസ്റ്റർ നല്ലോണം കഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, സോ നാക്കുപെൻറ്റ നാക്കുചാക്ക എന്ന സിനിമയിൽ മസായ് ട്രൈബ്സ്, വേറെ ഏതൊക്കെ ട്രൈബ്സ് വന്നിട്ടുണ്ട് സാർ ഇതിൽ അഭിനയിക്കാം? ഈ കാക്കുയി ട്രൈബ്സിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 പേരുടെ പേരെനിക്കറിയില്ല. ഇവരൊക്കെ വേഷത്തിലും ഡിഫറൻസ് ഉണ്ട് അല്ലേ? വേഷത്തിലും അവരുടെ ജീവിത ശൈലിയിൽ ഒക്കെ ഡിഫറൻസ്, അവരുടെ പെരുമാറ്റ രീതികളിൽ ഒക്കെ, ആഹാര രീതികളിൽ പോലും ഡിഫറെൻ്റ് ആണ്. അവിടുത്തെ വല്ല ഭക്ഷണം ട്രൈ ചെയ്തോ? നമ്മള് ഇതിലൊരു പ്രധാന ക്യാരക്ടർ ചെയ്യുന്ന ഉഗാലി, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തു. അത് മാത്രമേ കൂടുതൽ കടുത്തതിലേക്ക് പോയിട്ടില്ല. പിന്നെയൊക്കെ നോൺ വെജ് ആണല്ലോ. പിന്നെ എല്ലാ ആനിമൽസിനെ വെറുതെ വെട്ടിയോടെ വയ്ക്കും. വളരെ ന്യൂട്രീഷ്യസ് ആണ് യുഗാലി. ചേർക്കുന്ന സാധനങ്ങളൊക്കെ അതുപോലത്തെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അവർക്ക് എനർജി നന്നായി കൊടുക്കുന്ന സാധനം. അപ്പൊ ഞാനും അവിടെ കുറെ ഇങ്ങനെ കഴിച്ചു. അവിടുത്തെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നൈറോബി ഇന്റർനാഷണൽ സ്കൂൾ നടത്തുന്നുണ്ട്, മലയാളിയാണ്. സോ ഷീ ഡസ് ദ സ്കൂൾസ് ദേർ. അപ്പോൾ അവിടെയും ഒക്കെ പോയി കാണാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഗ്രേറ്റ്, ഇറ്റ് വാസ് വണ്ടർഫുൾ talking to you. And June 13 നാക്കുപെൻറ്റ നാക്കുചാക്ക റിലീസ് ചെയ്യാൻ പോകുന്നത് അക്രോസ് കേരള. ആൻഡ് വളരെ വ്യത്യസ്തമായ ഒരു വിഷ്വൽ ട്രീറ്റും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയുമായിട്ടാണ് VMK സർ അദ്ദേഹത്തിൻ്റെ ഡിറക്ടോറിയൽ ഡെബ്യൂമായി ഗോകുലം ഗോപാലൻ സാറിൻ്റെ മൂവിയുമായി എത്തുന്നത്. സോ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളുണ്ട്. കൗമുദി TVയുടെ എല്ലാവിധ ആശംസകളും. ആൻഡ് ബാമ മറ്റൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓഫ് കോഴ്സ്, ആസ് ഐ സെഡ്, കന്നഡ സിനിമയിൽ
നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു. പക്ഷേ നല്ലൊരു ക്യാരക്ടർ മലയാളത്തിൽ കിട്ടുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. ഐ ഹോപ്പ് യു കണ്ടിന്യൂ ഇറ്റ് ആൻഡ് യു സീം ലൈക്ക് എ സെൻസിബിൾ ഗേൾ. സ്റ്റേ ദാറ്റ് വേ. ബട്ട് പോകുന്നതിന് മുമ്പ് ഐ ഹാവ് ടു ഡു ദിസ്. ഭാമ ഇപ്പോൾ കുറച്ച് പാടിയൊക്കെ തുടങ്ങി. പണ്ടോട്ടെ പാട്ട് ഇഷ്ടമാണ്. ബിക്കോസ് ഐ റിമെമ്പർ ദി ഓൾഡ് സ്റ്റോറി. ഐ തിങ്ക് റിയാലിറ്റി ഷോസിൽ പാടാനും ടെസ്റ്റ് അവനൊക്കെ എത്തുന്നതിന് ഉപരി അതിനെക്കാട്ട് മുമ്പ് ലോഹിത് സർ അടിച്ചു മാറ്റിപ്പോയി. നിവേദ്യം എന്ന സിനിമയിൽ ഭാമ ഒരു നടിയായിട്ട് എത്തണം എന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. ബട്ട് ആ ഒരു പാട്ടുകാരിയുടെ ഒരു വലിയ പാട്ട് നമുക്ക് കേൾക്കാം. ക്യാൻ വി? പക്ഷേ ഈ സിനിമയിലെ പാട്ട് ഞാൻ വിട്ടിരുന്നു മോളെ. ജാംബോ ഒക്കെ പറയേണ്ടി വരും. മലയാളം, കന്നഡ, whatever. I'll get you a mic. നമ്മുടെ കളിമണ്ണിലെ സോങ്. Oh yes. മലരൊളിയേ മന്ദാര മലരേ മഞ്ചാടി മണിയേ ചാഞ്ചാടുമഴകേ പുലരൊളിയേ പുന്നാര മലരേ എന്നോമൽ കണിയേ എൻ കുഞ്ഞു മലരേ ലാലി 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 ലാലിലേലോ. 1 2 ലാലി 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 ലാലി. അപ്പോൾ എൻ്റെ ഒരു റൗണ്ട് കളിക്കാൻ സമ്മതിച്ചില്ല. എന്നാലും നന്നായി പാടിയാൻ നമുക്ക് വേണ്ടി സമ്മതിച്ച ഭാമയ്ക്ക് നമുക്ക് BMK, so you do the honors. അല്ലെങ്കിൽ വെറുതെ ഫീൽ അടിക്കണ്ട പാവം. Bobby and Maradona Gold Diamond Jewelry Cinema കമ്പനിയുടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ സമയമായി. നമ്മുടെ കൂടെ ഇത്രയും നേരം we've had the wonderful debut director VMK sir, that is വയലാർ മാധവൻകുട്ടി sir, and നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടി ഭാമ. താങ്ക് യു സോ മച്ച്. നാക്കുപേറ്റ നാക്കുചാക്ക ഐ ലവ് യു ഐ നീഡ് യു എന്ന സിനിമ ജൂൺ 13 നിങ്ങളുടെ തിയേറ്ററിൽ എത്തുകയാണ്. സോ എല്ലാവരും മറക്കാതെ പോകുക, കാണുക. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ സ്പെക്ടാക്കുലർ എക്സ്പീരിയൻസ് ആൻഡ് എ വണ്ടർഫുൾ മൂവി കമ്മിങ് ടു യു ഫ്രോം ഗോകുലം ഫിലിംസ്. ആൻഡ് അത്തം പറഞ്ഞോടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ്. ആൻഡ് ആസ് ഓൾവേസ് ഐ ഹവ് ഗോട്ട് എ സെൽഫി മൊമെന്റ്.